നമ്മളെ എടത്തനാട്ടുകാരെ കോട്ടപ്പള്ള ഇങ്ങനെ ഒരു കട ഉള്ളത് എത്ര പേർക്ക് അറിയാം? ഇതൊരു സ്പെഷ്യൽ കടയാണ് കേട്ടോ. ഒരു 2 റൂമിൽ വളരെ ചെറിയ പരിമിതിക്കുള്ളിൽ നിന്ന്, എന്നാൽ അതിൽ എന്തൊക്കെ ഐറ്റംസ് ആണ് ഉള്ളത് എന്നുള്ളത് നമുക്ക് എടുത്തു പറയാൻ കഴിയില്ല. കാരണം അത്രത്തോളം ഐറ്റംസ് ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. കത്തികളുടെ പല സൈസിലുള്ള പല വെറൈറ്റിയിലുള്ള ഒരു ശേഖരം ഉണ്ട്. അതേപോലെ തന്നെ ആയുധങ്ങൾ, ഹാർഡ്വെയർ ഐറ്റംസ് ഉണ്ട്, റബ്ബർ ടാപ്പിംഗ് ഐറ്റംസ് ഉണ്ട്, അഗ്രികൾച്ചറൽ ടൂൾസ് ഉണ്ട്, കൈക്കോട്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒരുപാടുണ്ട്. പെറ്റിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ഉണ്ട്. പിന്നെ ടോർച്ചുകളുടെ ഒരു കമനീയമായ ശേഖരം തന്നെ ഉണ്ട്. ടോർച്ചുകൾ പല വെറൈറ്റി, പല സൈസിലുള്ള, പല രീതിയിൽ ഉപകരിക്കുന്ന ടോർച്ചുകളുണ്ട്. ടാപ്പിംഗ് തൊഴിലാളികൾക്കും മറ്റ് തൊഴിലാളികൾക്കും അല്ലാതെ വീട്ടാവശ്യത്തിനും ഒക്കെ ഉപയോഗിക്കുന്ന പല തരത്തിലുള്ള സംഭവങ്ങൾ ഇവിടെ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. പിന്നെ നമുക്ക് ഇപ്പോൾ മഴക്കാലത്ത് എടുത്തു പറയേണ്ട ഒരു സംഭവമാണല്ലോ നമുക്ക് ചൂണ്ടയിടയിൽ മീൻ പിടിക്കാൻ. അതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട് കേട്ടോ. പല സൈസിലുള്ള പല വെറൈറ്റിയുള്ള ഐറ്റംസ് ഉണ്ട്. പിന്നെ തെങ്ങിൽ കയറാൻ ഉപയോഗിക്കുന്ന മെഷീന്, അതുപോലുള്ള ഒരുപാട് സംഭവങ്ങൾ, വല, നമുക്ക് മീൻ പിടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന വല, പിന്നെ പെറ്റിന് ഞാൻ നേരത്തെ പറഞ്ഞു, പെറ്റിൻ്റെ കൂട്, അതായത് ലവ് ബേർഡ്സിനൊക്കെ ഉള്ള കൂടുകൾ, അങ്ങനെയുള്ള എലിക്കണി, അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ്. എന്തൊക്കെയാണ് എടുത്ത് പറയേണ്ടതെന്ന് അറിയില്ല. നമുക്കൊരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ളതും അതേപോലെ തന്നെ ടൈൽസ് പണിക്കാർക്ക് അല്ലെങ്കിൽ തേപ്പ് പണിക്കാർക്കൊക്കെ ആവശ്യമായിട്ടുള്ള ടൂൾസ്, മണലൊക്കെ അരിക്കാൻ ഉപയോഗിക്കുന്ന അരിപ്പ, അങ്ങനെ തേപ്പിനും ടൈൽസ് പണിക്കും ഒക്കെ ഉപയോഗിക്കുന്ന പല വെറൈറ്റി സാധനങ്ങൾ, കൊടകൾ, ബക്കറ്റുകൾ, പൈപ്പുകൾ, ഓസുകൾ. മുതലാളി ഒരു കൈക്കോട്ട് എടുത്തു കൊടുക്കുന്ന തിരക്കിലാണ്. ടാർപോളിൻ ഷീറ്റുകൾ, അങ്ങനെ തുടങ്ങിയ അഗ്രികൾച്ചറൽ ആവശ്യത്തിനുള്ള മറ്റ് അനേകം ടാപ്പിംഗ് കത്തികൾ, അങ്ങനെ പല വെറൈറ്റി ഐറ്റംസിൻ്റെ ഒരു ശേഖരം തന്നെ ഇവിടെ ഉണ്ട്. നമുക്ക് വീട്ടിലേക്കൊക്കെ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മുതൽ വലിയ വലിയ ടൈൽസിൻ്റെയൊക്കെ കോൺട്രാക്റ്റൊക്കെ എടുത്ത് പണിയെടുക്കുന്ന ആളുകൾക്ക് വരെ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ